അപ്പൊ നമുക്ക് നോക്കാല്ലേ. ലവന്മാര് രാവിലെ കുറിയും തൊട്ട് കുറുവടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോടാ. പണി കിട്ടൂടാ. സംശയമുണ്ട്. കത്ത് വിവാദത്തിൽ മേയറുടെ രാജി ആവശ്യത്തിൽ ഉറച്ച് പ്രതിപക്ഷം. ഭയങ്കര എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. നാട്ടുകാരിതറിഞ്ഞാൽ ഞാൻ ഇത്ര നാൾ ഉണ്ടാക്കിയെടുത്ത് എന്റെ പേര് എല്ലാം പോവും. പ്ലീസ്. നമുക്ക് പേടിച്ച് ഭയന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല. நான் என்ன ஓசில வர வாகனம் நினைச்சியா? ഇല്ല സർ. மாலு வாங்குற வாகனம், மயில் வாகனம். വരണതൊക്കെ അനുഭവിക്കല്ലേ. അടിയറായതിനെ കത്തെഴുതിയെന്ന് പറയുന്നത് നമുക്ക് താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറഞ്ഞു അയാൾ എഴുതിയ കത്ത് നമുക്ക് ആണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടത്തരം കാണിക്കാം. അങ്ങനെ ഒരു പ്രയാസവും നഗരസഭയുടെ ജനപ്രതിനിധികൾക്കോ നഗരസഭയുടെ മേയർ എന്ന നിലയിലോ നമുക്കൊരു പ്രയാസവുമില്ല. അതിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക നിനക്ക് എന്നെ വിശ്വാസമില്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത് വിചാരിച്ചാൽ എന്നത് മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ. അത് അധികം താമസിക്കാതെ പുറത്ത് കൊണ്ടുവരും. കേട്ട് ഞാൻ മടുത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അദ്ദേഹം ചുമതലപ്പെടുത്തി അന്വേഷണം. എന്റെ ദൈവമേ, എന്തൊരു ചിറ്റണത്. എനിക്കറിയാം ആ കള്ളക്കളവിന് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു എന്ന വാർത്തയിലൂടെ ബാക്കി നടപടിയായിട്ട് അവർ മുന്നിലേക്ക് പോകും. ഒന്ന് പറഞ്ഞു കൊടുക്കി. ഇപ്പം പൂതി പറയണല്ലേ. കൃത്യമായ വിവരങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കും. ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായി തന്നെ നടക്കും. നീ ആളൊരു തരികിടയാ, നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. കളിയ ഹക്കല്ലടേ. പ്രതിപക്ഷം സമരം ഉണ്ടാക്കുമ്പോഴൊക്കെ രാജി എന്ന് പറയാം. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. അപ്പൂതി മനസ്സിലിരിക്കുള്ളൂ. അവര് പറയുമ്പോ രാജിവെക്കാൻ എന്തായാലും നിർവാഹമില്ല. ഈ കസേര ഞാൻ വിട്ടുതരില്ല. ഇവിടെ ഒരു അത് ഞാനാണ്. അതൊക്കെ ഒരു തമാശയായി മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. ഇത് വലിയ തിന്മയാണ്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.